എന്താ കാറ്റ് आणि आणा आना भी आता है इधर आणा भी आता है ना देखा है आने को हाँ देखा है ना मैं ഈ പല ടൈപ്പ് ഭൂമിയുണ്ട്. ചില വെള്ളം പിടിച്ചു നിൽക്കാത്ത ഭൂമിയുണ്ട്. ഈ ചരൽക്കാട് എന്ന് പറയും. വെള്ളം ഇട്ടപ്പോ തന്നെ പ്ലാന്റ് വലിക്കണമെങ്കിൽ തന്നെ കുറെ കാറ്റത്തെ ഓപ്പറേറ്റ് ചെയ്യും, ബാക്കി താഴത്ത് അപ്പൊ റൂട്ടിന് കിട്ടൂല. ആ രണ്ടെണ്ണം അറ്റാക്ക് ചെയ്യാൻ നിൽക്കണത് മനസ്സിലായില്ല. ആ പപ്പായ കംപ്ലീറ്റ് ഓർഗാനിക് ആണ്. അതായത് കരിക്ക് ഒരു കരിക്ക് കഴിച്ചാൽ മതി, അതിന്റെ ഉള്ള കാമ്പും കഴിക്കുകയാണെങ്കിൽ അസിഡിറ്റി എന്ന് പറഞ്ഞ സാധനം വരില്ല. നമ്മള് വെള്ളം ഷോർട്ടേജ് വരും. അപ്പൊ നമ്മൾ വലിയ കുഴി ഉണ്ടാക്കി താഴത്ത് ചകിരി, അതിന്റെ മുകളിൽ ചകിരിച്ചോറ്, അതിന്റെ മുകളിൽ ചകിരി, അതിന്റെ മുകളിൽ ചകിരി. ഹൈ ഈൽഡ് ഇത് എങ്ങനെ ശരിക്കും പറഞ്ഞാൽ 100% ഓർഗാനിക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് നല്ലൊരു പ്രൊഡ്യൂസ് കൊടുക്കുകയാണെങ്കിൽ ആൾക്കാരെ ഹാപ്പിയാണ്. खैरुल किधर से आप असम का इधर ज्यादा टाइम हो गया हाँ यहाँ 5 साल हो गया 5 साल हो गया हाँ ഹായ്, എന്റെ പേര് അക്ബർ അലി. ഞാനിപ്പോ ഉള്ളത് ആകാശ് നേച്ചർ ഫാംസിന്റെ സേത്തുമട പറമ്പിക്കുളം ടൈഗർ റിസർവ്. ആ കാണുന്നതാണ് അത് നെല്ലിയാമ്പതി മല. ഇപ്പുറത്തുള്ള അതിന്റെ പുറകുവശത്താണ് പറമ്പിക്കുളം ടൈഗർ റിസർവ്. ഈ സൈഡ് കാണുന്ന നെല്ലിയാമ്പതിയും അത് പറമ്പിക്കുളം ടൈഗർ റിസർവിന്റെ ബൗണ്ടറി. അതിന്റെ ബൗണ്ടറിയിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഉള്ളത്. അപ്പൊ നമ്മളിവിടെ പല തട്ടുകളായിട്ടുള്ള ഭൂമിയത്. അപ്പൊ നമ്മൾ ഓരോ തട്ടിലും ഓരോ ടൈപ്പ് എല്ലാ കൃഷിയും ചെയ്യാനുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഈ പ്രോപ്പർട്ടി നമ്മൾ പ്ലാൻ ചെയ്തത്. അങ്ങനെ മുകളിൽ നമ്മൾ ഒരു തട്ടില് കംപ്ലീറ്റ് ഏറ്റവും ബെസ്റ്റ് വെറൈറ്റി കാഷ്യൂസ്, അടുത്ത ഒരു ഏക്കറോളം വരുന്ന തട്ടില് നമ്മൾ പ്ലെയിൻ ആക്കി വിട്ട് ഇവിടെയാണ് നമ്മൾ എല്ലാത്തരം വെജിറ്റബിൾസും അങ്ങനത്തെ ഷോർട്ട് ക്രോപ്സ്, പൾസസ്, ലൈക്ക് ഇപ്പൊ വെച്ചിരിക്കുന്ന പയറാണ്, പല വെറൈറ്റി പയറായത്. ആ വെള്ളയായിട്ട് കാണുന്നത് അമര, ഇത് ഗ്രീൻ, ഇത് റെഡ്, അങ്ങനെ വെറൈറ്റി ഉള്ള എല്ലാ ടൈപ്പുള്ള പയറുകളും ഓരോ സെക്ഷനായിട്ട് ചെയ്തിരിക്കണം. ഈ പയറെടുത്ത് കഴിയുമ്പോൾ അത് ആ ഭൂമിയിൽ കംപ്ലീറ്റ് നൈട്രജൻ ഫിക്സിങ് ഉണ്ടാവും. അപ്പൊ നമ്മ എന്ത് ചെയ്യുക, അത് കഴിയുമ്പോൾ കട്ടയിലായി. പിന്നെ ചാണകവും ഈ പറഞ്ഞ പോലെ ആട്ടുംകാട്ടമൊക്കെ ഇട്ടിട്ട് ഒന്ന് പ്രൂവ് ചെയ്യുക. അടുത്തത് നമ്മള് ഇപ്പൊ വിന്റർ ആയി കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇപ്പൊ നമുക്ക് ഇത് ചെയ്യാം, കാബേജ്, കോളിഫ്ലവർ, ഇങ്ങനത്തെ സാധനം കൂടെ ചെയ്യാം, റാഡിഷ് ചെയ്യാം. അങ്ങനെ ഒരു ബെഡ് ഉണ്ടാക്കിയാൽ അത് നമ്മൾ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് കുറച്ച് വെള്ളം മതി. നമുക്ക് ഡിസംബർ ജനുവരി വരെ വെള്ളം ഇവിടെ സഫീഷ്യന്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഏരിയ കംപ്ലീറ്റ് നമ്മൾ ഓപ്പൺ ആക്കി കിട്ടിയിരിക്കുന്നത്. മാത്രമല്ല നല്ല പിൻ മൂവ്മെന്റും ഒക്കെ നല്ലതാണ്. അടുത്ത തട്ട്, താഴെ കാണുന്ന തട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് പല വെറൈറ്റീസ് ഉള്ള ഇതാണ്. ഒരു ലൈൻ മുഴുവനും പേരക്ക കൊടുത്തിട്ടുണ്ട്, പല വെറൈറ്റീസ് പേരക്ക. അതിന്റെ താഴത്തുള്ള തട്ട് അപ്പുറത്ത് കൊടുത്തിരിക്കുന്ന മാംഗോസ്, പല വെറൈറ്റീസ് മാംഗോസ്. അത് ഹിമാബസന്ത്, ബംഗനപ്പള്ളി, കലാപ്പാടി, അൽഫോൺസോ, മല്ലിക, എല്ലാ വെറൈറ്റീസ് മാംഗോസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ അതിന്റെ ഇടയിലെല്ലാം തെങ്ങ് വെച്ചിട്ടുണ്ട്. എന്താ കാറ്റ് കാറ്റ് ആണ് സൂപ്പർ. ഈ പകുതി ഇത് ത്രൂ ഔട്ട് ദ ഇയർ ഉണ്ടല്ലേ? 365 ദിവസവും 24 hours നിങ്ങൾക്ക് ഈ കാറ്റ് ഇവിടെ കിട്ടും. ഈ മുരിങ്ങാല ചുവട്ടിലൊക്കെ ഒരു കാറ്റ്, ഇത് പ്യുവർ ഓക്സിജൻ. ഇത് ആല് ഞാൻ വെച്ചതാ. ഇവിടെ വന്ന് ഇരുന്ന് ചുമ്മാ ഇവിടെ ഒരു ഇരിക്കാനുള്ള സംഭവം കിട്ടും. ഞാൻ പ്യുവർ ഈ ഓക്സിജൻ കാറ്റ് ഇവിടെ 24 hours ഓക്സിജൻ കിട്ടുന്ന ആല്. ഇതെന്ത് പ്രായം? ഇതിനൊരു 10 വർഷമുണ്ട്. 10 വർഷം. ഈ ഏരിയ ഫുള്ളി സറൗണ്ടഡ് ബൈ മൗണ്ടൻസ് ആണല്ലേ? മൊത്തം ഹിൽസാ. ഈ ഹിൽസിനകത്താണ് ഇത് നിൽക്കുന്നത്. ഇതിപ്പോ എത്ര വർഷമായി ഇതില് ചെയ്തു തുടങ്ങിയിട്ട്? 25 years ആയി. 25 years ആയില്ലേ? പല ടൈപ്പ് ക്രോപ്സും. ഏറ്റവും കൂടുതൽ മനസ്സമാധാനം കിട്ടാമെങ്കിൽ ഇവിടെ ഒന്ന് കൃഷി ചെയ്ത് കഴിഞ്ഞാലും ഇവിടുത്തെ ഭക്ഷണങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണമല്ലോ. നമുക്ക് ആവശ്യമുള്ള എല്ലാം ഇവിടെ ഉണ്ടാക്കി. ഇപ്പൊ അതിനു മുമ്പ് നമ്മൾ ഇതിനകത്ത് ബീറ്റ്റൂട്ട് ഇട്ടിരുന്നു, അതിനുമുമ്പ് ബ്രിഞ്ചോൾ ഇട്ടിരുന്നു, എല്ലാ കൃഷിയും. പിന്നെ കോളിഫ്ലവർ ഇട്ട്. ഇപ്പൊ വിന്ററായി. ഇപ്പൊ വിന്റർ ആവുന്ന സമയത്ത് നമുക്ക് കോളിഫ്ലവർ ഉപയോഗിക്കാം. കോളിഫ്ലവർ കിട്ടും, കാബേജ് ഇടാം, അങ്ങനത്തെ എല്ലാം ഇടാൻ പറ്റും. എല്ലാം ചെയ്യാറുണ്ടല്ലേ? അല്ല, നമുക്ക് അങ്ങനെ ഒന്നുമില്ല. നമ്മളിങ്ങനെ ഓരോ സെക്ഷനായിട്ട് ഇപ്പൊ ഇത് ചെയ്ത് പയറിന് വരെ നമ്മൾ ഒരു സെക്ഷൻ കാബേജ് ഇടും, ഒരു സൈഡ് കോളിഫ്ലവർ ഇടും, ഒരു സൈഡ് റാഡിഷ് ഇടും, ഒരു സൈഡ് മറ്റേ വൈറ്റ് മുള്ളങ്കി നല്ലോണം വരും. അപ്പൊ അതെല്ലാം നമുക്ക് ചെയ്യാം. ഇന്നലെ നമ്മള് മറ്റേ ഫാമിൽ പോയില്ലേ, നമ്മുടെ കരിക്കിന്റെ തെങ്ങിന്റെ ഫാമില്. അപ്പൊ നമ്മളിപ്പോ കേരളത്തില് എല്ലാവരും പേടിച്ചു തുടങ്ങിയതാണ് കരിക്ക് കഴിക്കാൻ തന്നെ. അതിന്റെ റീസൺ എന്താ ശരിക്കും കറക്റ്റ്? അതിന്റെ നമുക്കിപ്പോ തെങ്ങ് പല രീതിയിൽ നമുക്ക് തെങ്ങ് ഹൈ ഈൽഡ് തെങ്ങിന് ശരിക്കും പറഞ്ഞാൽ
100% ഓർഗാനിക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ ഞാൻ ഇന്നലെ അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 തെങ്ങിന്റെ നടുക്ക് ഒരു വലിയൊരു കുഴി ഉണ്ടാക്കും. അപ്പൊ അതിനകത്ത് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാല് ഈ വേനൽ ചൂടൊക്കെ വരുന്ന സമയത്ത് നമ്മള് വെള്ളം ഷോർട്ടേജ് വരും. അപ്പൊ നമ്മൾ വലിയ കുഴി ഉണ്ടാക്കി താഴത്ത് ചകിരി, അതിന്റെ മുകളിൽ ചകിരിച്ചോറ്, അതിന്റെ മുകളിൽ ചകിരി, അതിന്റെ മുകളിൽ ചകിരിച്ചോറ്, അതിന്റെ മുകളിൽ മണ്ണ്, അതിന്റെ മുകളിൽ 1 ചാക്ക് ആട്ടുംകാട്ടം, 1 ചാക്ക് ചാണകപ്പൊടി, ഒരു 3-4 കിലോ വേപ്പമണ്ണാക്ക്, ഇതെല്ലാം അതിനകത്തിട്ട് കൂട്ടും. അപ്പൊ ആ വേര് വന്ന് മുട്ടണ ഭാഗത്ത് കംപ്ലീറ്റ് വളങ്ങള്, അതിനൊപ്പം നമ്മൾ കുറച്ച് DAPയും പൊട്ടാഷ്യം ഓർഗാനിക് തന്നെയാണ്, പൊട്ടാഷ്യം കൊടുക്കും. ഇതും കൊടുത്ത് മൂടിക്കഴിഞ്ഞാൽ എത്ര ചൂട് വന്നാലും ആ വെള്ളം അതിനകത്ത് ഉണ്ടാവും. അത് സ്റ്റോർ ചെയ്ത് വെക്കും. വെച്ചാൽ ഈ പല ടൈപ്പ് ഭൂമിയുണ്ട്. ചില വെള്ളം പിടിച്ചു നിൽക്കാത്ത ഭൂമിയുണ്ട്. ഈ ചരൽക്കാട് എന്ന് പറയും. വെള്ളം ഇട്ടപ്പോ തന്നെ പ്ലാന്റ് വലിക്കണമ്പോ തന്നെ കുറെ കാറ്റത്തെ ഓപ്പറേറ്റ് ചെയ്യും, ബാക്കി താഴത്ത്. അപ്പൊ റൂട്ടിന് കിട്ടൂല. അപ്പൊ നമ്മൾ നനയ്ക്കുമ്പോ ഇപ്പൊ ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുത്താലും കാര്യമില്ല. കാരണം വീണ വെള്ളം അപ്പൊ തന്നെ ഓപ്പറേറ്റ് ചെയ്ത് പോകും. ഇതാകുമ്പോ വെള്ളം അവിടെ സ്റ്റോർ ആയിട്ട് നിൽക്കും. അപ്പൊ ഇന്നലെ ആ ലഷ് ഗ്രീനറി കിട്ടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ 4 തെങ്ങ് നല്ല എക്സ്പെൻസീവ് ആണ്. ഒരു കുഴിക്ക് ഏകദേശം നമുക്ക് ഞാൻ നോക്കിയിട്ട് 1200 വന്നു. പക്ഷെ അത് അതിന് ചുറ്റും 4 പപ്പായം വെച്ച് കൊടുത്തപ്പോ ആ പപ്പായ കംപ്ലീറ്റ് ഓർഗാനിക് ആണ്. മനസ്സിലായില്ല. അപ്പൊ അത് എന്റെ മെത്തേഡ്. അപ്പൊ നമുക്ക് അതിനകത്ത് ഇപ്പോ മാക്സിമം നമ്മൾ പോയി കഴിഞ്ഞാൽ ഇപ്പോ കൊടുക്കാൻ പോകുന്നത് ഒരു DAP, ഡൈ അമോണിയം ഫോസ്ഫേറ്റ് മാത്രമേ ഇൻഓർഗാനിക് ആയിട്ടുള്ളൂ. ബാക്കി പൊട്ടാഷ്യം ഓർഗാനിക് ആണ്. പൊതുവെ അങ്ങനെയല്ല നടക്കുന്നത്. അതാരും ചെയ്യൂല. നമ്മളിപ്പോ നമ്മളുടെ കോൺഷ്യസിന് ചെയ്യാം. നമ്മളിപ്പോ സർട്ടിഫിക്കേഷൻ ഒന്നും പോകുന്നില്ല. നമ്മളുടെ കൺസെപ്റ്റ് അനുസരിച്ച് നമ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തെങ്ങിന് നല്ല ഈൽഡാണ്. പിന്നെ നമ്മളിപ്പോ തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ടോണിക് വരുന്നുണ്ട്. അത് മൈക്രോന്യൂട്രിയൻസ് ആണ്. അപ്പൊ സിങ്ക്, ബോറോണ്, മാംഗനീസ് ഇതൊക്കെ ഉള്ള ഒരു മൈക്രോന്യൂട്രിയൻസ് അതുണ്ട്. അപ്പൊ അത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കൊലയൊക്കെ നല്ല ഇതായിരിക്കും, സ്വീറ്റ്നെസ് കിട്ടും. പിന്നെ തെങ്ങിന് നമ്മൾ കൊടുക്കുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ഇന്നലെ അവിടെ കൂട്ടിയിട്ട് കണ്ടില്ല. അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മള് ആട്ടുംകാട്ടവും ചാണകപ്പൊടിയും വേപ്പമണ്ണാക്കും ഉപ്പും കൂടി ചെയ്ത് ബെഡാക്കി ഇടും. അപ്പൊ ഈ ആടിന്റെ ഇത് കുറച്ച് പെട്ടെന്ന് പൊടിയൂല. അപ്പൊ അത് നമുക്ക് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അത് പൊടിഞ്ഞ് അതിന്റെ മുകളിൽ നമ്മള് DAPയും പൊട്ടാഷ്യം കുറച്ച് യൂറിയും, അത് 1 കിലോ DAP 1 കിലോ പൊട്ടാഷ്യം 1/2 കിലോ യൂറിയ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മതി. തെങ്ങിന് 3 പ്രാവശ്യം ചെയ്താൽ സൂപ്പറായിരിക്കും. കരിക്കിന് നല്ല മാർക്കറ്റ് ഉണ്ടല്ലോ ഏറ്റവും ഇനി ലോകത്ത് ഏറ്റവും ബെസ്റ്റ് ഡ്രിങ്ക് അത്. അപ്പൊ അത് നല്ലൊരു പ്രൊഡ്യൂസ് കൊടുക്കുകയാണെങ്കിൽ ആൾക്കാരെ ഹാപ്പിയാണ്. അതായത് കരിക്ക് ഒരു കരിക്ക് കഴിച്ചാൽ മതി. അതിന്റെ അതുള്ള കാമ്പും കഴിക്കുകയാണെങ്കിൽ അസിഡിറ്റി എന്ന് പറഞ്ഞ സാധനം വരില്ല. പ്രത്യേകത इधर बताने आते हैं ना, क्या आता है? मान पानी पन्नी, अन्य आना आना भी आता है इधर? आना भी आता है ना। देखा है आने को? हाँ देखा है ना, मैं इधर में मैं खुद देखा है। आधा अंदर आता है इधर? अंदर आया था। ओके ओके, तो वो बोल रहा था कि पहले तो इधर आके नहीं जो पाया तो उसमें फेंसिंग नहीं था। हाँ तो फेंसिंग नहीं था पहले, तो इधर का वो नारियल का पेड़ सब डैमेज कर दिया। डैमेज कर दिया। अभी तो फेंसिंग हो गया। अभी तो उसके बाद ही फेंसिंग बनाया था? उसके बाद में फेंसिंग बनाया। ठीक है, अभी नहीं बनाया था, उसके बाद फेंसिंग बनाया। 3 വർഷമുണ്ട്. 3 വർഷമായി. എന്തിന്റെ വർക്ക്? അത് ജാതിക്ക പൊടിക്ക, ജാതിക്ക തേങ്ങ ഉടുക്കണം. അതെ, തേങ്ങ ഉടുക്കണം. തേങ്ങ ഉടക്കണം. ജാതിക്ക പൊടിക്കണം. ജാതിക്ക വറക്കണം, തേങ്ങ ഉടക്കണം, ഹീറ്റ് ചെയ്യണം. എന്ത് ചെയ്യണം? ഹീറ്റ് വെക്കണം. ജാതിക്ക ഹീറ്റ് വെക്കണം. മറ്റേ ഡ്രയർ ഹീറ്റ് വെക്കണം. പിന്നെ മറ്റേ അതേ ഓർക്ക് മമ്മൂട്ടി പിള്ളേക്ക് വിറ്റമിൻ മിഷനിലെ. ओके ओके, तो भाई से हिंदी में बात करने की आवश्यकता नहीं है, क्योंकि हिंदी बोल सकते, मुश्किल नहीं है. हिंदी बोल सकते. നമ്മളെ കണ്ട് നന്നായിട്ട് ഭായി നന്നായിട്ട് മലയാളം പറയും. तमिल भी सीखा? तमिल सीखा, मुश्किल नहीं. तमिल मालूम है, मलयालम मालूम है, हिंदी मालूम है. तुम्हारा भाषा कौन सा है? हमारा भाषा बांग्ला है, वो अलग है. अलग है. ओके ओके, ठीक है. कौन सी जगह पे? असम का. आप असम का है या असम का? ओके ओके, ठीक है. कैसे लग रहा है इधर? अच्छे, मुश्किल नहीं, कोई प्रॉब्लम नहीं. दोस्त लोग है इधर? आप नहीं, दोस्त लोग नहीं है हम लोग. मैं अकेले, दोस्त लोग नहीं है. दोस्त लोग पूरे उधर में केरला में, इधर नहीं है. तमिलनाडु में ज्यादा? तमिलनाडु नहीं, तमिल में कोई भी नहीं. तमिल में अकेला है. पूरा दोस्त लोग को केरला में. खाना सब अदर तुम ही बनाता है? हम लोग खाना मैं खुद बनाता है. ठीक है, कोई मुश्किल नहीं. 2 അറ്റാക്ക് ചെയ്യാൻ നിക്കണത് മനസ്സിലായില്ലേ? 2 പ്രൊട്ടക്ടർ അവൻ. അപ്പൊ ഭയങ്കര വിജിലന്മാര്.